സാഗർ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ പണി വേറെ എന്തെങ്കിലും ഒരു ഫീൽഡ് ചൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഏത് ഫീൽഡ് ചൂസ് ചെയ്യും? സിനിമയല്ല. ഹായ് ഓൾ, പ്രകമ്പനം മൂവി ക്രൂ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. നമുക്ക് പേര് തന്നെ തുടങ്ങാം. എന്താണ് ഈ പ്രകമ്പനം? ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു പേരാണ്. ഒരു വിസ്ഫോടനം അല്ലെങ്കിൽ ഒരു ബാങ്ക് എന്നൊക്കെ പറയുന്ന അല്ല, മൊത്തത്തില് ആ ഒരു പടത്തിന്റെ പേസും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ, അവര് നേരിടുന്ന പ്രശ്നങ്ങളും ഈ ഹൊറർ എലമെന്റും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് പ്രകമ്പനം. അങ്ങനെ ആളുകളെ മൊത്തത്തിൽ ഞെട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ്. പടത്തിന്റെ ടീച്ചർ നോക്കിയപ്പോൾ അതിന്റെ അടിയിൽ ഫുള്ള് കമന്റ് ഫുള്ള് ഈ അടികപ്പേരെ കൂട്ടമണി ഒരു വൈബ് പിടിച്ച ഒരു പടമാണ്. അങ്ങനെ എന്തെങ്കിലും ബന്ധം, ഒരു കണക്ഷൻ ഈ പടത്തിനുണ്ടോ? ഒരു കണക്ഷൻ ഉള്ളത് ഹോസ്റ്റൽ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഹോസ്റ്റലിലാണ് മൊത്തം പരിപാടി. അല്ലാതെ പക്ഷെ കഥയും ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റും പറയുന്ന ഈ ഹൊററിന്റെ അപ്രോച്ചൊക്കെ വളരെ അതിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കഥ പോകുന്നതും അവര് എന്താ പറയണ്ട അതിനെ ടാക്കിൾ ചെയ്യുന്ന രീതി, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പ്രകമ്പനം. പിന്നെ കണ്ട കമന്റ് പറഞ്ഞാൽ പ്രകമ്പനത്തിൽ പ്രേതം ഉണ്ടോ എന്നുള്ളതാണ്. ശരിക്കും ഒരു പ്രേതത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടോ? ആക്ച്വലി അതാണ് അത് നിങ്ങൾ സിനിമ കാണണം. ഇത് ആക്ച്വലി പ്രേതമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു പരിപാടി എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ വ്യക്തമാകുന്നതാണ്. ഇപ്പൊ ഗണപതി ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സ്, അതിനുശേഷം ആലപ്പുഴ ജിംഖാന, അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഒരു ഗ്യാങ് മൂവി ചെയ്യുന്ന ഒരു ടൈപ്പാണല്ലോ. ഇപ്പോൾ വീണ്ടും ഒരു ഹോസ്റ്റൽ മൂവി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ, അതിനെ പറ്റി എന്താ, ഈ ക്യാരക്ടറിനെ പറ്റി എന്താ പറയാനുള്ളത്? ക്യാരക്ടർ സിദ്ധു എന്ന് പറഞ്ഞൊരു പേര് സിദ്ധു എന്നാണ്. സിദ്ധു കണ്ണൂരിൽ നിന്നുള്ള അത്യാവശ്യം നല്ലൊരു പാർട്ടി ബേസുള്ള ഒരു ഫാമിലിയിൽ നിന്ന് മഹാരാജാസിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആൾക്കാരാണ് ഈ പുണ്യാളൻ എന്ന് പറഞ്ഞ കഥാപാത്രം ശങ്കരൻ. അപ്പോൾ എന്താ പറയുക, ഞാൻ കണ്ണൂർ സ്ലാങ് ഇതുവരെ അങ്ങനെ പിടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നാട് പയ്യന്നൂരാണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ ബാക്കി കൊച്ചി, എറണാകുളം പരിപാടിയും തൃശ്ശൂരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് കണ്ണൂർ സ്ലാങ് ചെയ്യുന്നത്. പിന്നെ ഹൊറർ ജോണറും ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്കാ ഒരു പാർട്ടിക്കാരനായിട്ടാണോ പുറത്ത്? അങ്ങനെ പറയാൻ പറ്റില്ല. പാർട്ടിക്കാരുടെ ഇടയിൽ കുറച്ചും കൂടെ എന്താ പറയണ്ട, പുള്ളിക്ക് ഇന്നത്തെ റിയാലിറ്റി നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും, എന്നാൽ ആ ഒരു എന്താ പറയുക പാർട്ടി എന്ന് പറഞ്ഞൊരു സ്ട്രോങ് ഒരു ഇമോഷനും ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ വീട്ടുകാരൊക്കെ പ്യുവർ പാർട്ടിയുടെ ആൾക്കാരാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളിക്ക് ഇപ്പൊ നടക്കുന്ന റിയാലിറ്റി ഇതും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പെരുമാറാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഇത്രയും പരിപാടി മെക്സിക്കൻ ഭാരത ചെറിയൊരു പാർട്ടി. അപ്പൊ ആ ഒരു ടച്ച് ഉണ്ട് ഈ പടത്തിൽ, മെക്സിക്കൻ ഭാരത. ഇല്ല 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 അങ്ങനെ ഒന്നിനും മറ്റേ പാർട്ടി അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു ബേസ് ആണ് ഈ പടത്തിന്റെ. അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. ശരിക്കും നിങ്ങൾ ഈ ടീസറിൽ നമ്മളിപ്പോൾ കമന്റ്സ് പറയുന്ന പോലെ ഈ അടിക്കപ്പിയാരെ കൂട്ടമണി ആ ഒരു ഇത് ചർച്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ച അങ്ങനെ ഒരു നമ്മളായിട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ. ഹോസ്റ്റലിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്റ്റല് ബേസ് ചെയ്ത് എല്ലാ പടവും അടിക്കപ്പേര് കൂട്ടമണിയാണെങ്കിൽ പിന്നെ നമുക്ക് അത്ര വെച്ചിട്ടില്ല. അല്ലാതെ അതിനെ റെഫറൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും കാണിച്ചിട്ടില്ല സിനിമയിൽ, ടീസറിലൊന്നും. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇപ്പൊ സാഗർ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ പണി ഞാനെന്നാ ഇല്ല ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ പണി സിനിമയിൽ ഭയങ്കര ഒരു വില്ലനായിട്ട് നമ്മളെ ഞെട്ടിച്ചു. അപ്പം അതിനുശേഷം ഈ ഒരു പടത്തിലേക്ക് അപ്പം എങ്ങനെയായിരുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ? പണിയിലെ ഭയങ്കര ഒരു കൊടൂര വില്ലൻ, ഭയങ്കര കണ്ണൊക്കെ ചോപ്പിച്ച് നടക്കുന്ന ഒരു വില്ലൻ, പിന്നെ ഇതിലേക്ക് വരുമ്പോ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഇല്ല, നമുക്ക് പണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം കുറെ കഥകൾ കേട്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ നല്ലൊരു തിരക്കഥ കിട്ടിയത് വിജയ് ശേഷനും ശ്രീഹരി ബ്രോയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പൊ നല്ല കഥയാണ്, ഇതിന്റെ കഥയ്ക്കാണ് ഏറ്റവും വലിയ നട്ടല് ഇതിന്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരുപാട് ഹ്യൂമർ എലമെന്റ് പോകുന്ന ഒരു സിനിമയാണ് ഇതൊക്കെ തന്നെ. അപ്പൊ പണിന്ന് വില്ലെന്ന് ഓപ്പോസിറ്റുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് അങ്ങനെ ഒരു കഥ വന്നു, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ട് തീരുമാനിക്കും. ഈ പണിക്ക് ശേഷം വന്ന ഈ ഓപ്പർച്യൂണിറ്റീസ് ഫുള്ള് വില്ലൻ വേഷങ്ങളായിരുന്നു? അല്ലല്ല, മിക്സഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നത്. എനിക്കും അതിന് മുന്നേ ഹ്യൂമറാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ പണിയാണ് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിയത്. എന്റെ ഫസ്റ്റ് കരിയറിന്റെ തുടക്കം തട്ടിമുട്ടിയിലായിരുന്നു. അതിൽ തന്നെ ഒരുപാട് ഹ്യൂമറും 400ഓളം എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ വീണ്ടും നല്ലൊരു കഥ ആയിട്ട് ഇങ്ങനെ ഹ്യൂമർ നിങ്ങളുടെ മുന്നിലേക്ക് എത്താണ്. ബാക്കി നിങ്ങൾ കണ്ട് വിലയിരുത്തുക. അതായിരിക്കും അതിന്റെ ഏറ്റവും നല്ലൊരു. ഭയങ്കര ബേസ് കേൾക്കാൻ വയ്യ. ആണല്ലേ? ഞാൻ വേറെ പണി ടോപ്പിക്. എന്ന് പറഞ്ഞപ്പോ പണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വില്ലൻ ഇതിലേക്ക് പോയിട്ടുണ്ട്. അത്രയും കൂടെ. അപ്പം അമീൻ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ റീലിൽ നിന്ന് ഇപ്പം സിനിമയിലേക്ക് വന്ന ആ ഒരു ജേണി എന്ത് തോന്നുന്നു? അപ്പം പ്രൗഡ്, വെരി പ്രൗഡ്. അല്ല, സിനിമയിലേക്ക് വരാൻ വേണ്ടി തന്നെ ചെയ്തു തുടങ്ങിയാണല്ലോ. ഹാപ്പി. എന്താ ഒരു വ്യത്യാസം തോന്നുന്നത്? അപ്പം റീൽ ഷൂട്ട് ചെയ്യുമ്പം ആ ഒരു കംഫർട്ട് സോണാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്നു, ബാക്കിയുള്ള കുഡോസ് മീഡിയയിലെ അവരുടെ കൂടെ ചെയ്യുന്നു. അപ്പം സിനിമയിലേക്ക് വരുമ്പം വേറെ തന്നെ ഒരു ലോകമാണല്ലോ. അപ്പം എന്ത് തോന്നുന്നു? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? സമയത്ത് ലൊക്കേഷൻ മറ്റേതാകുമ്പോ ഞാനും എന്റെ നിഹാലെന്ന് അവനും കൂടെ ആണല്ലോ ടൈമൊക്കെ തീരുമാനിക്കണേ. ഇത് അവര് തീരുമാനിക്കും, നമ്മളതിനനുസരിച്ച് രാവിലെ എണീക്കണം. ഓടോ പടം കിട്ടൂല. നമ്മള് കറക്റ്റ് എല്ലാരും ഓൺ ടൈമില് ലൊക്കേഷനിൽ എത്തും. അതേ ഉള്ളൊരു കാരണം. മറ്റേത് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിനോട് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഉപദേശം എന്താണ്? ഇത് അത്രേ ഉള്ളൂ. പണ്ട് ഈ പറഞ്ഞ പോലെ മിമിക്രി, നാടകം, അത് ഇതൊക്കെ വരുന്ന ഇടയ്ക്ക് ഇപ്പം ഇതൊരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് ഓരോ സമയമാകുമ്പോഴത്തേക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ തുറന്നു വരുമല്ലോ. അത് കണക്ക് ഇപ്പോൾ ഒരു പരിപാടി കണ്ടന്റ് ക്രിയേഷൻ. ശീതളിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റൽ ബേസ് ചെയ്തൊരു പടം, അപ്പം അവിടെ ഉള്ള ഷൂട്ടിനിടയിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അപ്പം ഇവരോട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്റ്റൽ ആ ഭാഗത്തൊന്നും ഞാനില്ല. ഞാൻ ആക്ച്വലി വേദിക എന്നൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ഇതിൽ സാഗറിന്റെ പേരായിട്ട് ചെയ്യുന്നത്. പിന്നെ സാഗർ വഴി ഇവർ രണ്ടുപേരായിട്ട് കണക്ട് ആയിട്ടാണ് സിനിമ പോകുന്നത്. ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കുറെ നല്ല മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. റിയൽ ലൈഫിൽ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഗണപതി ബ്രോനോട് ചോദിക്കുകയാണെങ്കിൽ അപ്പം ഒരു ഫാമിലിയിൽ മൊത്തം സിനിമാക്കാരാണ്. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫീൽഡ് ചൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഏത് ഫീൽഡ് ചൂസ് ചെയ്യും? സിനിമയല്ല. ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് സിനിമാ പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. അങ്ങനെ തന്നെ. ഇനി പുതിയ പ്രൊജക്ട് ഉണ്ടോ ബ്രോ? റൈറ്റിംഗ് കൂടെ ഉണ്ടല്ലോ. ഞാനിപ്പോ ഒരു കാസ്റ്റിംഗ് ഞാൻ പ്രൊഡക്ഷനിലും ഉണ്ടായിരുന്നു. ചിദംബരത്തിന്റെ ബാലൻ എന്ന് പറഞ്ഞ സിനിമ, അതിന്റെ ചിത്രീകരണം പൂർത്തിയായി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ പിള്ളേരാണ് അതിൽ കാസ്റ്റ് ചെയ്യേണ്ടത്. കുറെ കാലം പിള്ളേരായിട്ടുള്ള സഹവാസവും ഒരു 10 സ്കൂളുകൾ ഞാൻ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ഞുമല്ലും കാസ്റ്റിംഗ് ബ്രോ തന്നെയാണ്. ഞാൻ ബ്രദറിന്റെ മൂവിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ഞാൻ പുറത്ത് കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളൂ. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഒരു ഡയറക്റ്റ് തന്നെ കൊറോണയ്ക്ക് മുമ്പ്, ജാനമിനൊക്കെ മുമ്പ്. ഈ കാർത്തിക് സുബ്ബരാജിന്റെ ഒരു ബാനറിലാണ് ഈ പടം ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ ആ പ്രൊഡക്ഷൻ ഈ പടത്തിന് എങ്ങനെ എത്തി? അത് കാർത്തിക് അണ്ണ എന്ന് പറഞ്ഞ കാർത്തിക് സുബ്രാജിന്റെ ബ്രദറിലോ ആണ് ഇത് ഈ മാനേജ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെന്റ്. പുള്ളി അവരുടെ ഒരു പിക്ചറിന് വേണ്ടിയിട്ട് തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രകമ്പനം ഓൾറെഡി ഷൂട്ട് നടന്നു കൊടുക്കായിരുന്നു. അപ്പം ഞാൻ ഇതാണ് തുടങ്ങാൻ പോകുന്ന പടം ഇതാണ്. അപ്പോൾ അവർക്ക് നവരസ ഓൾറെഡി കോ പ്രൊഡക്ഷനും നോക്കാം, ഓപ്പൺ ആണെന്നുള്ളൊരു പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കഥ ഇവർ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രകമ്പനം കേട്ടു. അവർക്ക് ഭയങ്കര വർക്കായി. അവരും ഒരു തിയേറ്ററിൽ രേഖ എന്ന് പറഞ്ഞ പടം OTT റിലീസായിരുന്നു. അപ്പോൾ അവർക്കൊരു തിയേറ്റർ റിലീസ് ഓപ്പൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ പടത്തെ ചൂസ് ചെയ്തു. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. പുള്ളിയൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പുള്ളി ലോഞ്ചിനൊക്കെ പുള്ളി ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കുറച്ച് സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ദേ ആർ വെരി ഹാപ്പി. ഈ പടത്തിലെ ഈ തള്ള വൈബ് എന്ന് പറഞ്ഞ സോങ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇപ്പോൾ യൂട്യൂബ്. അത് നിങ്ങളൊരു ജെൻസി മാർക്കറ്റിംഗ് ടെക്നിക് ആയിരുന്നു? അതൊക്കെ അവരോട് ചോദിക്കണം. നമ്മൾ പാട്ടിറങ്ങുന്ന 2 ദിവസം മുമ്പാണ് കേട്ടത്. നമ്മൾ വേറെ റെഫറൻസ് പാട്ട് വെച്ചിട്ടാണ് മൊത്തം ഷൂട്ട് ചെയ്തത്. അപ്പോൾ 2 ദിവസം മുമ്പാണ് ഇറങ്ങുന്നതിന് കേട്ടത്. പാട്ട് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൾക്കാർ ഇറങ്ങിയതിന് ശേഷവും കുറെ ആൾ അതിൽ വൈബ് ചെയ്യുന്നുണ്ട്. സന്തോഷം. ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ. അതെ. സാഗർ ബ്രോയ്ക്ക് എന്തെങ്കിലും റിയൽ ലൈഫ് ഹോസ്റ്റൽ അനുഭവങ്ങളുണ്ടോ? ഹോസ്റ്റലിന് പഠിച്ചത് ഒരു 3 വർഷമൊക്കെ
എന്തനുഭവം നീ ഉദ്ദേശിച്ചേ അതുകൊണ്ട് ഒന്ന് പറഞ്ഞേ. ഈ സിനിമയിലൊക്കെ ഉള്ള പോലെ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് വൈബ് ചെയ്യാം. ആ ഹോസ്റ്റലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നുടാ. പിന്നെ പുറത്ത് ഒരു വർഷം നിന്നപ്പോൾ അവിടെ ആയിരുന്നു കുറച്ചുകൂടി അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ. ശരിക്കൊരു ലൈഫ് പുറത്തായിരുന്നു. പുറത്ത് നമ്മൾ റൂം എടുത്ത് പിള്ളേരായിട്ട് നിൽക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പൊളിയാണ്. ഹോസ്റ്റൽ നമ്മുടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ കലാഭവൻ നവാസിക്കയുടെ ഒരു ലാസ്റ്റ് പടമാണല്ലോ, അപ്പം പുള്ളിയായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. വളരെ എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളി ഇങ്ങനത്തെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പരിപാടി ചെയ്യുന്നത്. പുള്ളി എപ്പോഴും ഇങ്ങനെ കണ്ണൂർ സ്ലാങ്ങുമാണ്. എൻ്റെ ഫാദറായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളി ഓരോ ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു പുള്ളി. എന്തായാലും നമുക്ക് ലൈക്ക് അവസാനം പുള്ളിയോട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം. അല്ലെങ്കിൽ ഈ പടം മൊത്തം നമ്മൾ നല്ലൊരു ഒരു ക്യാരക്ടറാണ് ക്യാരക്ടറാണ് പുള്ളി പ്ലേ വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. ചെയ്തത്. പുള്ളിയുടെ പോർഷൻ ഫുൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ്. മേജർ പോർഷൻസ് എല്ലാം അതെ, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിങ് മാത്രം നമ്മൾ വേറെ ആൾക്കൊണ്ട് ചെയ്യും. അപ്പം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രകമ്പനത്തിനെ പറ്റി? എല്ലാവരും പ്രകമ്പനം കാണുക, പ്രകമ്പനം കൊള്ളുക. ഉടനെ തന്നെ Jan 30th പടം റിലീസാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഒഴുക്കുള്ള സിനിമയാണ് പ്രകമ്പനം. ഒഴുക്കോടുകൂടിയുള്ള ഒരു പ്രകമ്പനമാണ് സിനിമ. കാരണം ഒരുപാട് ത്രൂ ഔട്ട് ഹ്യൂമറും അതേപോലെ തന്നെ ഹൊറർ എലിമെന്റ്സ് ഒക്കെ ഉള്ളൊരു സിനിമ. നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ പ്രകമ്പനം ഒരു വലിയ വിജയമാവട്ടെ, തിയേറ്ററുകളെ മൊത്തം പ്രകമ്പനം കൊള്ളിക്കട്ടെ. താങ്ക് യു സോ മച്ച്.